ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് IFRS 8 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 108 സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് പറഞ്ഞാൽ എന്താണ്, ലാർജ് കമ്പനി ആണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റോ സർവീസൊക്കെ അത് പ്രൊവൈഡ് ചെയ്യും. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അത് എൻഗേജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമുക്ക് ഓരോ സെഗ്മെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. സോ അത്തരത്തിലുള്ള ഓരോ സെഗ്മെൻറ്റിൽ നിന്നും എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ഓക്കെ, ഓരോ സെഗ്മെൻറ്റിൽ നിന്നും എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഡെഫിനിഷൻസ്, അതിൻ്റെ അഗ്രഗേഷന് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്ക്ലോസർ. ഓക്കെ, ഡിസ്ക്ലോസർ. അങ്ങനെ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് നടത്തുമ്പം അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് ഏതൊക്കെയെന്നുള്ളത് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത് ഉൾപ്പെടുത്തേണ്ട ഇൻഫർമേഷൻസ്. ഡിസ്ക്ലോസ് ദി ഫോളോയിങ് സെഗ്മെൻറ്റൽ ഇൻഫർമേഷൻസ്. ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻഫർമേഷൻസാണ്, താഴെ പറയുന്ന ഇൻഫർമേഷൻസാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് റവന്യൂസ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അസറ്റ്, ലയബിലിറ്റീസ്. ഓക്കെ, ആ ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റിൻ്റെ റവന്യൂ എത്ര, കോസ്റ്റ് എത്രയുണ്ട്, അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സെഗ്മെൻ്റൽ ഇൻഫർമേഷൻസിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ദെൻ ഫർദർ സെഗ്മെൻ്റൽ ഡിസ്ക്ലോസർ വിൽ ബി ആസ് ഫോളോസ് അല്ലേ. വീണ്ടും പിന്നെ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ: റവന്യൂ ഫ്രം കസ്റ്റമേഴ്സ്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ റവന്യൂസ്, ഇൻട്രസ്റ്റ് റവന്യൂ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ലേ, തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ എന്താണ് ചെയ്യേണ്ടത്, അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, സോ ആ ഒരു സെഗ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെഗ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഓപ്പറേറ്റിംഗ് റവന്യൂസ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അസറ്റ്, ലയബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. ഈ കാര്യങ്ങളെ വിവരങ്ങളൊക്കെ എന്ത് വേണം, അതിൽ വേണം. ഓപ്പറേറ്റിംഗ് റവന്യൂസ് എത്രയുണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയുണ്ട്, അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട് തുടങ്ങിയ ഇൻഫർമേഷൻസൊക്കെ അതിൽ വേണം. ദെൻ റീകൺസിൽ ഓൾ ദി അബൌവ് ടു ദി ടോട്ടൽ ഓൺ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാം എന്തായിരിക്കണം, നമ്മൾ കൃത്യമായിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു IFRS 8 ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത സ്റ്റാൻഡേർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10. ഓക്കെ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10ഉം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഇവൻ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. ഓക്കെ, ഈ ഒരു ഇവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്നുള്ള സ്റ്റാൻഡേർഡാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ഒന്ന് സിമ്പിളായിട്ട് അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ഒരു റിപ്പോർട്ടിംഗ് ഡേറ്റ് മുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഇവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് മുതൽ, അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ നമ്മുടെ അല്ലേ, നമ്മൾ ഒരു കമ്പനി ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് 31/3/2020. ഓക്കെ, 31/3/2020 വരെയുള്ള ബാലൻസ് ഷീറ്റ് ഇല്ല, ഒരു ഡേറ്റിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലോ ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ അന്ന് തന്നെ ഫുള്ള് റെഡി ആവണം എന്നില്ല. അത് പിന്നെ ഓഡിറ്റ് ചെയ്യണം, അതിൻ്റെ ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യണം. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യണത് ഒരു ജൂൺ 30 ആണെന്ന് വിചാരിച്ചോളി. ജൂൺ 30. അപ്പം എന്താണ്, ഇതാണ് റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു റിപ്പോർട്ടിംഗ് ഡേറ്റ് മുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷനാണെന്ത്, ഇവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷന്. ഇപ്പോൾ 31/3/2020 ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയില്ല.
അത് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം എന്ത് ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവലും വേണം. ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇയർ എൻഡിങ് ഡേറ്റ് 31/3/2020 അല്ലേ? അപ്പം അപ്രൂവ് ചെയ്യണത് 30/6/2020 ആ ഒരു 3 മാസത്തെ പീരീഡ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു 3 മാസത്തെ പീരീഡ്, ആ ഒരു പീരീഡിൽ നടക്കുന്ന ട്രാൻസാക്ഷന് റെക്കോർഡ് ചെയ്യണോ, അതല്ല ഏത് ഇയേഴ്സിലേക്കാണിത് എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ അപ്പം ആ ഇയർ എൻഡിങ്ങിന് ശേഷം അപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണോ, അത് ഏത് ഇയറിലേക്കാണ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ദർ ഈസ് ഓൾവേസ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്, റിപ്പോർട്ടിംഗ് ഡേറ്റ് ആൻഡ് ദി ഡേറ്റ് ഓൺ വിച്ച് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ അപ്രൂവ്ഡ്. ഡ്യൂറിംഗ് ദിസ് ഗ്യാപ്പ് ഓഫ് ടൈം സം ഇവൻറ്റ്സ് ഷാൾ ടേക്കൺ പ്ലേസ്. സച്ച് ഇവൻറ്റ്സ് ആർ കാൾഡ് ഇവൻറ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? റിപ്പോർട്ടിംഗ് ഡേറ്റ് മുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. Okay, even after reporting period happen in the period starting immediately after the balance sheet date ending at the date approval of financial statement. അത് തന്നെയാണ് എന്ത് അവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നത് വരെയുള്ള ഇവൻറ്റ്സ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡ് കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് അല്ലേ? റിപ്പോർട്ടിംഗ് പീരീഡ് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്ന ആ ഒരു പീരീഡ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മളെന്ത് പറയണത്? ഇവൻ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. 31/3/2020 എന്താണ്? ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഷെയർ എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് അപ്രൂവ് ചെയ്യണത് 31 ആണ്. ഇവിടെ ജൂലൈയിലാണ് അപ്രൂവ് ചെയ്യണത്. അപ്പോൾ ഇനി ഇവൻ്റ് ദാറ്റ് ഒക്കർ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ നടക്കുന്നതിന് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, the main issue here whether adjust such event in the financial statement or not. സോ ആ ഒരു ഇടയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് റെക്കോർഡ് ചെയ്യണോ വേണ്ട എന്നാണ് അല്ലേ ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പറയുന്നത്. ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്: first, when an entity should adjust its financial statement for even after the reporting period. എപ്പോഴാണ് ആ എൻറ്റിറ്റി അല്ലേ ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിലുള്ള ട്രാൻസാക്ഷന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു എൻറ്റിറ്റിയിൽ ഒരു എന്താണ് റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷമുള്ള ട്രാൻസാക്ഷൻസ് എപ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്യുക അത് കാണിക്കാനാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. ദെൻ രണ്ടാമത്തത് ദി ഡിസ്ക്ലോസർ ദാറ്റ് ആൻ എൻറ്റിറ്റി ഷുഡ് ഗിവ് അബൌട്ട് ദി ഡേറ്റ് വെൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അപ്രൂവ്ഡ് ആൻഡ് അബൌട്ട് ഈവൻ ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. എന്താണ് എൻറ്റിറ്റി ഷുഡ് ഗിവ് അബൌട്ട് ദി ഡേറ്റ്. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരു ഇടയിലുള്ള റിപ്പോർട്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ അപ്രൂവലിൻ്റെയും ഇടയിലുള്ള ആ ഒരു പീരീഡിലുള്ള കാര്യങ്ങൾ ആ ഒരു ഇവൻറ്റ്സ് എന്ത് ചെയ്യുക? ഡിസ്ക്ലോസ് ചെയ്യുക. അതാണ് ഏതൊക്കെ ഇവൻറ്റ്സാണ് നടന്നതെന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതിൻ്റെ സ്കോപ്പ് നമുക്ക് നോക്കാം. ദി സ്റ്റാൻഡേർഡ് കവർ ദി ഫോളോയിങ്. ഈ ഒരു സ്റ്റാൻഡേർഡ് കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇവൻറ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. ഓക്കെ, ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷമുള്ള ഇവൻറ്റ്സ്. ഓക്കെ, അതിൻ്റെ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ്. ദെൻ രണ്ടാമത്തത് ഡിസ്ക്ലോസർ ഓഫ് ഇവൻറ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷമുള്ള ഇവൻറ്റ്സുകളുടെ ഡിസ്ക്ലോസർ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഡിസ്ക്ലോസർ പറഞ്ഞിട്ടുള്ള നമ്മളിവിടെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷമുള്ള ഇവൻറ്റുകളുടെ ഡിസ്ക്ലോസർ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിലും സ്കോപ്പിലും നമുക്ക് പറയാനുള്ളത്. ഇനി
അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ ഇവൻ ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. എന്താണ് ഇവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്? ഇവൻ ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആർ ദോസ് ഇവൻറ്റ്സ്. അതൊരു ഇവൻറ്റ്സ് ആണ്, അതൊരു ട്രാൻസാക്ഷൻ ആണ്. ബോത്ത് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. അത് ഫേവറബിൾ ആവാം അല്ലെങ്കിൽ അൺഫേവറബിൾ ആവാം. ദാറ്റ് ഒക്കർ ബിറ്റ്വീൻ ദി റിപ്പോർട്ടിംഗ് ഡേറ്റ് ആൻഡ് ദി ഡേറ്റ് ഓൺ വിച്ച് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ അപ്രൂവ്ഡ്. റിപ്പോർട്ടിംഗ് ഡേറ്റിൻ്റെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ഇവൻസിനെയാണ് എന്ത് പറയണത്? ഈ ഒരു ഇവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ അത് ഫേവറബിൾ ഇവൻ്റ് ആവാം അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഇവൻ്റ് ആവാം. ഈ കാലയളവിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും അഡ്ജസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇവൻറ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. 2 ടൈപ്സ് ഇവൻ്റാണ് ഈ റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷം ഉണ്ടാവുക. There are 2 types of event after the reporting period. They are, അത് ഏതൊക്കെയുള്ളത് നോക്കാം. ഒന്ന്, അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. പിന്നെ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷം ഉള്ള ഇവൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവൻറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം, അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. ദീസ് ആർ ദി ഇവൻറ്റ്സ് ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് കണ്ടീഷൻസ് ദാറ്റ് എക്സിസ്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് റിപ്പോർട്ടിംഗ് പീരീഡ്. ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ഇമ്പാക്റ്റ് റിപ്പോർട്ടിംഗ് പീരീഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എവിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നു എങ്കിൽ അതിനെ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് എന്നാണ് പറയുക. ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇവൻറ്റ് അത് നടക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ്, ആ ഇവൻറ്റ് നടന്നത് എന്താണ്, ആ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ ശേഷമാണ്. പക്ഷേ ആ ഇവൻറ്റ് നടക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന അല്ലേ നമുക്ക് ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡ് എൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ അതാണെന്ത് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എന്ത് ചെയ്യണം? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളെ കമ്പനി 15/4/2020 31-നാണല്ലോ ഇത് കഴിഞ്ഞത്. 15/4/2020 അല്ലേ നമ്മൾ ഇൻസോൾവൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത്. ഓക്കെ, അപ്പോൾ 31/3/2020 കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിലാണ് നമ്മളെ കമ്പനി ഇൻസോൾവൻ്റ് ആയത്. ഓക്കെ, സോ അതിൻ്റെ പ്രൊസീജിയർ അല്ലേ നമ്മൾ മാർച്ച് തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ ആ ഒരു ഇൻസോൾവൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കോടതി വന്ന എന്നാണ് 15/4/2020 ഏപ്രിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെയായാൽ ഇത് അഡ്ജസ്റ്റ് ഇവൻ്റാണ്. സോ 31/3/2020 മുമ്പ് കമ്പനി ഇൻസോൾവൻറ്റ് അല്ലേ, അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് കമ്പനി 31/3/2020 മുമ്പ് തന്നെ കമ്പനി ഇൻസോൾവ് ആവുന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയറൊക്കെ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. സോ റിപ്പോർട്ടിംഗ് പീരീഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് കമ്പനിയിൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ് അല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവൻ്റാണ് റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷം സംഭവിച്ചിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവൻ്റാണ് അടുത്ത് പറയുന്നത്. ദീസ് ആർ ദി ഇവൻറ്റ് ദാറ്റ് ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് കണ്ടീഷൻസ് ദാറ്റ് റോസ് ദി സബ്സിക്വൻറ്റ് ടു ദി റിപ്പോർട്ടിംഗ് പീരീഡ്. എന്താണ് അതിൻ്റെ ഇൻഡിക്കേഷൻസ്? എന്താണ് ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ ശേഷമാണ് ഉണ്ടായത്. ആ ഒരു സാധനം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസ് ഇല്ല, ചിലപ്പോൾ കിട്ടിയില്ല, ഇൻഡിക്കേഷൻസ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ ശേഷമാണ് ഉണ്ടായതെങ്കിൽ അതെന്ത് ചെയ്യേണ്ട, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട. ഇപ്പോൾ കമ്പനിയിൽ ഒരു ഫയർ ഉണ്ടായി, അത് ഏപ്രിൽ 15-നാണ് ഫയർ ഉണ്ടായത്. സോ അതിൻ്റെ ഇൻഡിക്കേഷൻസ് നമുക്ക് കിട്ടുമൊന്നുമില്ലല്ലോ, നമുക്കതിൻ്റെ ഇൻഡിക്കേഷൻസ് കിട്ടുമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ട, അത് റിപ്പോർട്ട് ചെയ്യേണ്ട. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, 31-ാം തീയതിയാണ് എന്ത് ചെയ്യണത്, മാർച്ചിലാണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടിംഗ് പീരീഡ് കഴിയണത്. ഫയർ ഉണ്ടാകുന്നത് 15 ഏപ്രിലാണ്. നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യണമെന്നാണ് 30 ജൂണിലാണ്.
അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യണത്, ഇവിടെ ഫയറിങ് ഉണ്ടാണ്. എന്നാൽ ഈ ഫയറിങ് നടക്കുന്നതിന് ഇൻഡിക്കേഷൻസ് നമുക്ക് ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ മുമ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ട, അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യണ്ട. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട. അതാണ് നോൺ അഡ്ജസ്റ്റിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ആ ഒരു ഫൈനാൻഷ്യൽ ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൽ നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിംഗ് പീരീഡിൽ അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല. അത്തരത്തിലുള്ള ഇവൻ്റ് എന്ത് ചെയ്യേണ്ട, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് അല്ലേ, നമ്മൾ അതിൽ റിപ്പോർട്ട് ചെയ്യേണ്ട. ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ രണ്ടാമത്തേൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആ ഒരു ആദ്യത്തെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മിസ്റ്റർ രാജൻ ഈസ് ബീങ് യൂസ്ഡ് ഫോർ യൂസിങ് കോപ്പിറൈറ്റ് ഓഫ് മിസ്റ്റർ മധു. എന്താണ്, മിസ്റ്റർ മധുവിൻ്റെ കോപ്പിറൈറ്റ് ആണ് രാജൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മധുവിൻ്റെ കോപ്പിറൈറ്റ് ആണ് രാജന് ഉപയോഗിക്കുന്നത്. അപ്പോൾ മധു രാജനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രാജൻ അത് കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിട്ടാണ്. ഓക്കെ, രാജൻ ഷോഡ് ഓൺലി എ കണ്ടിജൻറ്റ് ലാബിലിറ്റി ഇൻ ഈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31 മാർച്ച് 2020. രാജന് അത് ഓൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിട്ടാണ് അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ കോർട്ട് അവാർഡ് ഡാമേജ് ഓഫ് ₹25 lakh അഗെയിൻസ്റ്റ് മിസ്റ്റർ രാജൻ. എന്താണ്, മിസ്റ്റർ രാജനെതിരെ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം മിസ്റ്റർ ആർക്ക്, മധുവിന് കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വയർ അപ്രൂവ്ഡ് ഓൺ 20/6/2020. 20/6/2020 എന്ത്, മധുവിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ആവുന്നത്. ദെൻ സ്റ്റേറ്റ് വെദർ ദിസ് ഈസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ആൻഡ് വൈ. എന്താണ്, ഇത് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ട് ഉള്ളത്. ഓക്കെ, സോ എന്താണ്, 20/6/2020 എന്ത് ചെയ്യുന്നത്, 20/6/2020 ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, എന്നാലോ 25/4/2020 അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടുള്ളത്. ഓക്കെ, 25/4/2020 എന്ത് വന്നിട്ടുള്ളത്, മധുവിന് അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടുള്ളത്. സോ 30/3/2020 ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡ് അല്ലേ എൻഡ് ചെയ്തിട്ടുണ്ട്. 25/4/2020 എന്ത് വന്നിട്ടുള്ളത്, വിധി വന്നിട്ടുള്ളത്. 20/6/2020 എന്തായിട്ടുള്ളത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടുത്തെ കേസാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ഇൻഡിക്കേഷന് റിപ്പോർട്ടിംഗ് പീരീഡിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ അതിൻ്റെ മുമ്പ് തന്നെ നടക്കുന്നുണ്ടാവും ഇല്ലേ. ഇപ്പോൾ ഏപ്രിൽ 25 വിധി വരുന്നതെന്നുണ്ടെങ്കിൽ കേസ് അതിൻ്റെ കുറേ മുമ്പ് നടന്നിട്ടുണ്ടാവും. സോ അതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ത് വന്നിട്ടുണ്ടാവും അല്ലേ, അതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടാവും. സോ എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്, ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡിക്കേഷൻസ് ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡ് എൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിംഗ് പീരീഡിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ട് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷം ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവൻറ്റുകളാണ് ഇവിടെ പറഞ്ഞത്. എ മേജർ കോമ്പിനേഷൻ ആഫ്റ്റർ ബിസിനസ് ഡേറ്റ്. എന്താണ്, എന്തെങ്കിലും ബിസിനസ് കോമ്പിനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേജർ സബ്സിഡിയറി കമ്പനി ഡിസ്പോസ് ചെയ്താൽ, അതുപോലെ തന്നെ മേജർ പർച്ചേസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് അസറ്റ് അല്ലേ, നല്ലൊരു സാധനം പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്താൽ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ കുറച്ച് പോയിൻറ്റുകൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാൽ, ആ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ ശേഷം ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയാൽ അത് എന്ത് ചെയ്യേണ്ട, റിപ്പോർട്ട് ചെയ്യേണ്ട, അഡ്ജസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന മറ്റൊരു ടേമാണ് ഡിവിഡൻസ്. എന്താണ് ഡിവിഡൻഡ് ഇതിൻ്റെ കേസിൽ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഇവൻ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്, ഒരു കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷമാണെങ്കിൽ കമ്പനി റിപ്പോർട്ടിംഗ് ഡേറ്റിൽ അത് ലേബിലിറ്റി ആയിട്ട് റിക്കഗ്നൈസ് ചെയ്യേണ്ടത് ഇല്ല. ഓക്കെ, ഒരു കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത്
ചെയ്തത് റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷമാണെങ്കിൽ കമ്പനി റിപ്പോർട്ടിംഗ് ഡേറ്റിൽ അത് ലയബിലിറ്റി ആയിട്ട് റിക്കഗ്നൈസ് ചെയ്യേണ്ടതില്ല. കാരണം ഡിവിഡൻഡ് എന്തില്ല, ആ ഒരു പീരീഡിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇനി അപ്പം അത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1ൻ്റെ അണ്ടറിലാണ് എന്ത് വരിക, അത് വരിക. അപ്പം ആ ഒരു ഇവൻ്റ് ഉണ്ടല്ലോ, ഡിവിഡൻഡ് ഡിക്ലറേഷൻ, അത് ആ ഒരു പീരീഡിന് ശേഷമാണ് ഡിക്ലറേഷൻ നടത്തിയെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ട, ലയബിലിറ്റീസിൽ റിക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അടുത്തത് ഗോയിങ് കൺസേൺ ആണ്. ഗോയിങ് കൺസേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റിറ്റി ലിക്വിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, പൂട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ എൻറ്റിറ്റി ഗോയിങ് കൺസേൺ പ്രകാരമാണ് ഫൈനാൻഷ്യൽ ഗോയിങ് കൺസേൺ ആ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല. ഓക്കെ. ദെൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാനൊന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും കമ്പനിക്ക് മുമ്പിൽ ഇല്ല. അതാണ് ഇപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നഷ്ടം വന്നാൽ അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഓക്കെ. എന്തെങ്കിലും നഷ്ടം വന്നാലും എന്തില്ല, കമ്പനി അത് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി ലിക്വിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, നിർത്താൻ ഉദ്ദേശിച്ചാൽ ആ എൻറ്റിറ്റി ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ പ്രകാരം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇല്ല. ഇതാണ് എന്ത് ഇവൻ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.